എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 9 ശ്ലോകം 17, 18, 19, 20 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ എത്ര കയറ് കൂട്ടിക്കെട്ടിയിട്ടും 2 വിരല് നീളം കുറവ്. വീട്ടിലുള്ള എല്ലാ കയറുകളും കഴിഞ്ഞപ്പോ ഗോപസ്ത്രീകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ നിന്നുള്ളത് കൊണ്ടുവന്നു, എന്നിട്ടും യശോദയ്ക്ക് കെട്ടാൻ പറ്റണില്ല. അപ്പൊ അവരൊക്കെ കളിയാക്കി തുടങ്ങിയ യശോദ. അത് കണ്ടപ്പോ കണ്ണന് സഹിച്ചില്ല, വേഗം നിന്നു കൊടുത്തു ബന്ധിക്കാനായിട്ട്. കാരുണ്യമൂർത്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. ഏവം സ്വഗേഹദാമാനി യശോദാ സന്ദധത്യപി ഗോപീനാം സുസ്മയന്തീനാം സ്മയന്തി വിസ്മിതാ ഭവൽ. ഇങ്ങനെ ഓരോന്നിനോട് മറ്റോരോന്നിനെ ഇങ്ങനെ യോജിപ്പിച്ച് വീട്ടിലുള്ള കയറ് മുഴുവനും തീർന്നു. പിന്നെയും 2 വിരല് പോരായ്മ, കെട്ടാൻ പറ്റണില്ല. ഇങ്ങനെ ചെയ്യണ പണി മുഴുവൻ ഇങ്ങനെ നിഷ്ഫലമായിട്ട് പോകുന്നത് കണ്ടപ്പോ യശോദയ്ക്കും ഭയങ്കര വിഷമം. ഗോപസ്ത്രീകളെല്ലാവരും അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. യശോദയെ കളിയാക്കിട്ട്, ഇതെന്തൊരു അത്ഭുതം, എന്താ ഇങ്ങനെ 2 വിരല് നീളം, എത്ര കയറ് കൂട്ടി കെട്ടിയിട്ടും 2 വിരൽ തന്നെയാണ് എപ്പോഴും. 1 വിരലോ പിന്നെ 3 വിരലോ ഒന്നുമല്ല, 2 വിരല്. അതാണ് ഭഗവാനെ കിട്ടണമെങ്കിൽ 2 സംഗതികൾ ഉണ്ടാവണമെന്ന് പറയുന്നു. ഒന്നാമത് എനിക്ക് സ്വാധീനപ്പെടണേ എന്നുള്ള ഒരു പ്രാർത്ഥന, ചെറിയൊരു ചിന്ത മനസ്സിലുണ്ടാവണം. ഇത് എനിക്ക് എത്ര നോക്കിയിട്ടും പറ്റണില്ലല്ലോ ഈശ്വര, പറ്റണേ എന്നുള്ള ഒരു പ്രാർത്ഥന ചെറിയതായിട്ട് ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഒന്നും കൂടി വേണം, ഞാനിത് കെട്ടാതിരിക്കില്ല എന്നുള്ള ഒരു വ്യഗ്രത. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഭഗവാന് കരുണ തോന്നും. അപ്പോ ഭഗവാൻ കാരുണ്യം കാണിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ 2 വിരല് എന്ന് പറയണത്. സ്വമാതുസിന്നഗാത്രായ വിസ്രസ്തകവരസ്രജ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ കൃപയാസിൽ സ്വബന്ധനെ. ഇങ്ങനെ കയറന്വേഷിക്കുക, കൂട്ടിക്കെട്ടോ, പിന്നെയും പോരാതിരിക്കണം. അങ്ങോട്ട് കണ്ടപ്പോ മനസ്സ് അങ്ങോട്ട് തളർന്നു യശോദയുടെ. എത്ര നേരമായി ഇങ്ങനെ ധ്വാനിച്ചിട്ട് തന്റെ ദേഹം മുഴുവൻ അങ്ങോട്ട് വേർക്കാൻ തുടങ്ങി. പാവ അമ്മ. തലമുടി കഴിഞ്ഞു, മാല ഇഴയണു, എല്ലാവരും കളിയാക്കി ചിരിക്കണു. അത് കണ്ട അമ്മ ഇങ്ങനെ എത്ര വിഷമിക്കണത് കണ്ടപ്പോ ഒട്ടും സഹിച്ചില്ല കണ്ണന്. എന്റെ അമ്മ എന്നുള്ള ആ ഒരു വാത്സല്യഭാവം, ശരിക്കും കാരുണ്യം. അതാണ് കൃപയാ. ആ കൃപ ഉണ്ടാവണം ഭഗവാനെ, അല്ലെ? ആ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ കൃപ ഉണ്ടായി യശോദമ്മയോട്. ആ കൃപ കാണിച്ചു കണ്ണൻ. ഇങ്ങനെ ക്ലേശിപ്പിച്ചിട്ട് വേണോ? അതാണ് പറഞ്ഞത്, 2 വിരല് 2 ദോഷം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി യശോദയുടെ. വേണ്ടിയിരുന്നില്ല ഈശ്വര, നീ ഇതിപ്പോ എങ്ങനെ, എന്താ ഞാൻ ചെയ്യുക എന്നുള്ള ആ ഒരു ഭാവം ശരിക്കും അങ്ങോട്ട് വന്നു ആ യശോദയ്ക്ക്. അത് കണ്ടപ്പോഴാണ് എല്ലാം അമ്മയുടെ എല്ലാം മാറി, ആ ദോഷങ്ങൾ എല്ലാം അമ്മയുടെ മാറി എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ 2 ദോഷവും തീരണം, അപ്പോ താൻ വശ്യനായി വരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആ ആളുകളുടെ ഇടയിൽ വെച്ച് ഇങ്ങനെ ഒരു വ്യർത്ഥമായിട്ടുള്ള പരിശ്രമം ചെയ്തു പോയല്ലോ എന്നുള്ളൊരു വിഷമം യശോദമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിക്കൊടുത്തു. അതൊക്കെ മാറിയപ്പോൾ ഒരു പ്രാർത്ഥന ഉള്ളില്, ഈശ്വര എന്നുള്ളത് വന്നു. അതുകൊണ്ട് പറ്റണില്ലല്ലോ ഇത്ര നേരമായിട്ടും ഈ ഉണ്ണിയെ കെട്ടാൻ ഈ 2 വിരല് നീളം. ഒരു കൊച്ചുകുട്ടിയല്ലേ കണ്ണൻ,
കൂട്ടിക്കെട്ടിയിട്ടും അമ്മയുടെ മനസ്സിലത്തെ ആ വിഷമം മനസ്സിലായപ്പോ വേഗം ബന്ധനത്തിന് കൃപ കാണിച്ചു കണ്ണൻ. ഏവം സന്ദർശിതാഹ്യംഗ ഹരിണാ കൃത്യവശ്യത സ്വവശേനാപി കൃഷ്ണേന യസ്യേദം സേശ്വരം വശേ. ശ്രീശുഖബ്രഹ്മർഷി പറയണു, ഭഗവാന്റെ കഥ കേൾക്കാനും അതിന്റെ സാരം ശരിക്കും മനസ്സിലാക്കാനും ഏറ്റവും അർഹനായിരിക്കുന്ന ഹേ രാജാവേ, അതാണ് പരീക്ഷിത് മഹാരാജാവിന്. ഇങ്ങനെ അർഹനായിട്ടുള്ള വേറൊരാളില്ല എന്ന് ശ്രീശുഖബ്രഹ്മർഷിക്ക് മനസ്സിലായി ആ പരീക്ഷിത് മഹാരാജന്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇങ്ങനെ മാതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ഭൃത്യന്മാർക്ക് താൻ അധീനൻ ആണെന്നുള്ളത് ഇത്രയും സ്പഷ്ടമായിട്ട് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഭഗവാൻ അസ്വതന്ത്രനാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. എന്തുകൊണ്ടാ വെച്ചാൽ ബ്രഹ്മാദി ദേവന്മാരോടും കൂടി ഇരിക്കുന്ന ഈ ലോകം മുഴുവനും യാതൊരു ഭഗവാന്റെ അധീനത്തിലിരിക്കുന്നുവോ അങ്ങനെയുള്ള ഭഗവാന് അസ്വാതന്ത്ര്യം എങ്ങനെ ഉണ്ടാവുക? ഒരിക്കലും ഉണ്ടാവില്ല. നിത്യം സ്വതന്ത്രനാണ് എന്നിരിക്കലും ഭക്തന്മാർക്ക് അധീനനായിരിക്കും ഭഗവാൻ. അതാണ് ഭഗവാന്റെ കാരുണ്യം. ആ കാരുണ്യ വിശേഷം എന്തൊരു അത്ഭുതാല്! എങ്ങനെയാ ഞാനത് വർണ്ണിക്കുക എന്ന് പറയണു ശ്രീശുഖബ്രഹ്മർഷി. നേമം വിരിഞ്ചോ നഭവോ ന ശ്രീരപ്യംഗ സംശ്രയ പ്രസാദം ലേഭിരേ ഗോപി എത്തൽ പ്രാപ വിമുക്തിദാൽ. ഭക്തന്മാരുടെ ആ കർമ്മബന്ധങ്ങള് മുഴുവനും അങ്ങോട്ട് നശിപ്പിച്ച് ജനന മരണപ്രവാഹ രൂപമായിട്ടുള്ള ഈ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ആ യശോദയുടെ തന്റെ അമ്മയുടെ ഇച്ഛ സാധിപ്പിക്കാൻ ബന്ധനത്തിലായി എന്ന് ഭാവിച്ചു. ഇങ്ങനെയുള്ള ഒരു പ്രസാദം ബ്രഹ്മാവിനും പരമശിവനും മാറിടത്തിൽ തന്നെ വസിക്കുന്ന ലക്ഷ്മി ദേവിക്കും കൂടി സിദ്ധിച്ചിട്ടില്ല. അതാണ് പറയുന്നത്. ആ മാതാവിന് മാത്രം കൊടുത്തു ഭഗവാൻ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. ദാമോദരനായി നിന്ന ഹരി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.